ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ കൂടിയ ബജറ്റിലുള്ള വീടൊരുക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വ്യത്യസ്ത രീതിയിലുള്ള ഡിസൈനുകളും മികച്ച രീതിയിലുള്ള ഹൗസ് പ്ലാനുകളെയും പരിചയപ്പെടുത്തുന്ന മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നഗരത്തിന്റെ തിരക്കിൽ നിന്നകന്ന് എന്നാൽ നഗരപരിധിയിൽ തന്നെ സുന്ദരമായ ഒരു കൊച്ചു വീട്. അതായിരുന്നു BK ബിജുവിന്റെയും ഭാര്യ അനിതയുടെയും വീടിനെ കുറിച്ചുള്ള സ്വപ്നം. കൊല്ലം ജില്ലയിലെ മതിലിൽ സ്ഥിതി ചെയ്യുന്ന പാലാന്നിൽ കളപ്പില എന്ന ഈ വീട് മത്സരിക്കുന്നത് ബെസ്റ്റ് യൂട്ടിലിറ്റി ഹോം എന്ന കാറ്റഗറിയിലാണ്. ഓരോ പ്ലോട്ടിന്റെയും പരിമിതികൾ മനസ്സിലാക്കി താമസിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾ അനുസരിച്ച് ഒരു വീട് രൂപകൽപ്പന ചെയ്യുമ്പോഴാണ് ഭവന നിർമ്മാണ കല അർത്ഥപൂർണമാകുന്നത്. അങ്ങനെ മികച്ച രീതിയിലുള്ള ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്തുള്ള ദ ഗ്രാഫൈറ്റ്സ് ആർക്കിടെക്റ്റിലെ ആർക്കിടെക്റ്റുമാരായ TG അരുണും TG ആനന്ദും ചേർന്നാണ്. നമുക്ക് ഡിസൈനിങ് സൈഡിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നൊരു ടൈമിനും അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നത് ഈ വീട്ടിൻ്റെ അല്ലെങ്കിൽ പ്ലോട്ടിൻ്റെ ഷേപ്പ് തന്നെയാണ്. ആക്ച്വലി ഇതൊരു റെക്ടാങ്കുലർ ഷേപ്പ്ഡ് പ്ലോട്ടാണ്, ഒരു 7 സെൻറ്ററിൽ. അതിലാകെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും ഒക്കെ ബിലോ ഒരു 13 മീറ്റേഴ്സേ ഉള്ളൂ. ഈ 13 മീറ്റേഴ്സ് എന്ന് മാത്രമല്ല, ഈ ലെങ്ത് കൂടിയ സൈഡിലാണ് ഇതിൻ്റെ റോഡ് വരുന്നത്. സോ ആസ് പെർ ബിൽഡിംഗ് റൂൾ നമുക്കൊരു 3 മീറ്റർ സെറ്റ് ബാക്ക് ആ സൈഡിൽ നിന്ന് വിട്ടേ പറ്റുള്ളായിരുന്നു. അങ്ങനെ ഈ ഫ്രണ്ടിലത്തെ ഈ സൈഡിൽ വരുന്ന ഈ 3 മീറ്ററും അതിന് വേറെ സെറ്റ് ബാക്കായ 1.5 മീറ്ററും കഴിയുമ്പോൾ നമുക്ക് പിന്നെ വരുന്ന ഒരു 7.5 മീറ്ററിന് താഴെ നമുക്കിതിനാകെയുള്ളൊരു വിട്ട് കിട്ടുന്നുള്ളത്. നമ്മുടെ മെയിൻ ഗേറ്റ് മുതൽ ബാക്ക് കിച്ചൺ വർക്ക് ഏരിയയുടെ ബാക്ക് ഡോറ് വരെ എല്ലാത്തിലും നമ്മളൊരു ഡിസൈൻ കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്ട്രെയിറ്റ് ലൈൻസ്, ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ ലൈൻസ് അങ്ങനെയുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു ബ്ലാക്കിൻ്റെ ഒരു ഷെയ്ഡ് നമ്മൾ എക്സ്റ്റീരിയർ ഒരുപാടടുത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. മിക്ക വീടുകളിലും ഈ ബ്ലാക്ക് ആൾക്കാർ യൂസ് ചെയ്യാനായിട്ട് മടിക്കാറുണ്ട്. പക്ഷേ ബ്ലാക്കിൻ്റെ ഒരു ഭംഗിയാണ് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഒരു കണ്ടംപററി ഹോമിൻ്റെ ഡിസൈനിലാണ് ഈ വീട് ഒരുക്കിയിരിക്കുന്നത്. ബ്ലാക്ക്, ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ ബോക്സ് ആൻഡ് ഹൊറിസോണ്ടൽ ലൈൻ ഡിസൈൻ യൂസ് ചെയ്തിട്ടാണ് ഈ വീടിൻ്റെ എലിവേഷൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഒരു ഡ്രോയിങ് ഏരിയ ആണുള്ളത്. ഈ ഡ്രോയിങ് ഏരിയയിൽ സാധാരണ വിൻഡോയ്ക്ക് പകരം ബേ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ ബേ വിൻഡോയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദിവസം മുഴുവൻ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ 3 സൈഡും ഓപ്പൺ ആക്കിയിട്ടാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബേ വിൻഡോൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഈ ഡ്രോയിങ് സ്പേസിൽ നല്ല രീതിയിൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ട് C ഷേപ്പിലാണ് ഇവിടെ ഫേർണിച്ചേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വൈറ്റിന് പ്രിഫറൻസ് കൊടുത്താണ് ഇവിടുത്തെ ഇൻറ്റീരിയർ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ വുഡൻ ഷെയ്ഡ്സ് എല്ലാം വാൾനട്ടും ഓക്കെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ മെലാമിൻ പോളിഷ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ വുഡനിൽ തന്നെ നമ്മൾ കസ്റ്റമറായിട്ട് ചെയ്ത ഫർണിച്ചേഴ്സ് ഉണ്ട്, ഡോർസും പാനലിങ്സും ഉണ്ട്. എല്ലാത്തിലും തന്നെ ബ്രാസിൻ്റെ സ്ക്വയർ റോഡും കൂടെ പോകുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി, ശരിക്കുള്ള ഭംഗി എന്താണെന്ന് അറിയുന്നത്. ഈ കർട്ടനിൽ തന്നെ ഈ ലിനൻ ക്ലോത്ത്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ വൈറ്റും വാൾനട്ടുമായിട്ട് മാച്ച് ചെയ്ത് പോകുന്ന ഒരു ലൈറ്റ് ഷെയ്ഡാണ് കർട്ടൻസ് എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും വലുപ്പം കൂടിയതും അതേപോലെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ഥലമാണിത്, ഈ ഡൈനിങ് സ്പേസ്. ഒരു സർക്കുലാർ ഷേപ്പിലാണ് ഇതിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സർക്കുലാർ ഷേപ്പിനെ ഒട്ടും ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ ഒരു വാഷ് ഏരിയ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഡൈനിങ് സ്പേസിൻ്റെ റൈറ്റ് പോർഷനിലായിട്ട് ഒരു കർവ് ഷേപ്പ് അപ്സ്റ്റേഴ്സ് ഒരുക്കിയിട്ടുണ്ട്. ലെഫ്റ്റ് പോർഷനിൽ ഒരു കോർട്ട്യാർഡും ഒരുക്കിയിരിക്കുന്നു. ഡൈനിങ് ഏരിയ കർവി ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ എലിവേഷൻ വൈസ് നോക്കുമ്പോഴത്തേക്ക് അതിനെ സ്ക്വയർ ആയിട്ടാണ് പാറ്റേൺ ചെയ്തിരിക്കുന്നത്. എന്നാൽ ഈ കർവും സ്ക്വയറും കൂടെ ബാലൻസ് ചെയ്യുന്നത്, അതായത് അതിൻ്റെ മിഡിൽ പോർഷനിൽ ഒരു സെമി സീറ്റർ പോലെ അറേഞ്ച് ചെയ്തിട്ട് അതിൻ്റെ ഇൻസൈഡാണ് കോർട്ട്യാർഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഒരു ഗസ്റ്റ് വരുമ്പോൾ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ തന്നെ ക്ലയൻറ്റിന് അവിടെ ഇരിക്കണമെന്നൊരു റിക്വയർമെൻറ്റും കൂടെ ഉണ്ടായിരുന്നു. അവരുടെ സൈഡിൽ തന്നെ അഡ്ജസ്റ്റൻ്റായിട്ട് ഇരിക്കണമെന്നും കൂടെ ഒരു റിക്വയർമെൻറ്റ് ഉണ്ടായിരുന്നു. ഇതേ കോർട്ട്യാർഡ് തന്നെ ഫുൾ സ്റ്റോൺ ക്ലാഡിങ് ആണ് ചെയ്തിരിക്കുന്നത് അതിൻ്റെ വാളിലെല്ലാം. പിന്നെ അതിൻ്റെ വേറെ എലിവേഷനിലും കൂടെ ഹൈലൈറ്റ് എന്ന് പറയാൻ വേണ്ടി ഇവിടുത്തെ കോർട്ട്യാർഡിലെ ചെടികൾ തന്നെയാണ് ഹൈലൈറ്റ് ചെയ്ത് എക്സ്റ്റീരിയർ കൂടെയും കൂടെ കാണത്തക്ക രീതിയിലാണ് അതിൻ്റെ പെർഗോളാസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ വേറെ റിക്വയർമെൻറ്റ്സ് കിച്ചൺ ഒരു ചെറിയ കോമ്പാക്റ്റായിട്ട് ചെറിയൊരു കിച്ചൺ മതി എന്നായിരുന്നു ഇവർ വേറൊരു റിക്വയർമെൻറ്റ് എന്നുള്ള രീതിയിൽ. സോ കിച്ചൺ അധികം സൈസ് കൊടുക്കാൻ നിന്നില്ല. കിച്ചൺ ഒരു 11x10 ഫീറ്റിലെ ഒരു ചെറിയ കിച്ചൺ, അതും എല്ലാത്തിനും സ്പേസ് കിട്ടുന്ന രീതിയിൽ, അതായത് ഫ്രിഡ്ജ് വയ്ക്കാനും അല്ലെങ്കിൽ ക്യുക്ക് ഡൈനിങ്ങിനും അങ്ങനെയുള്ള ഓരോന്നിനും ഓരോ സ്പേസ്, ചെറിയ സ്പേസ് കൊടുത്താണ് കിച്ചൺ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.